പ്രോൺസ് മജ്ബൂസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ ഇത് കുതിരാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 3/4 കിലോ പ്രോൺസ് ആണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതിലൊരു 10-12 എണ്ണം ഇതുപോലെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് നടുവിലെ അഴുക്കെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ബാക്കിയുള്ളത് സ്കിന്നും തലയും എല്ലാം വെച്ചിട്ട് തലയിലുള്ള അഴുക്കും ഈ നടുവിൽ ഇതുപോലെ കട്ട് ചെയ്ത് നടുവിലെ അഴുക്കും എടുത്ത് കളഞ്ഞതാണ്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. 1 ടീസ്പൂൺ പപ്രിക്ക പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഒലിവ് ഓയിൽ, 1 നാരങ്ങയുടെ നീര് വേണം. ഈ നാരങ്ങയുടെ നീരിലേക്ക് 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പറിക്ക പൗഡർ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇത്രയും ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് സ്കിൻ കളയാതെ എടുത്തു വെച്ചിരിക്കുന്ന പ്രോൺസിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പ്രോൺസിനി മസാല പിടിക്കാനായിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ബേ ലീഫ്, 3-4 ഗ്രാമ്പു, 1 പീസ് പട്ട, 3 ഏലക്ക, 1 ഡ്രൈ ബ്ലാക്ക് ലെമൺ, 2 സവാള നീളത്തിലരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടൊമാറ്റോ, എരിവില്ലാത്ത 4 പച്ചമുളക്, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില, പൈൻ സീഡ്സ്, റൈസിൻസ്. റൈസിൽ ചേർക്കാനായിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ബിരിയാണി ഉണ്ടാക്കുന്ന പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കിസ്മിസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ ഇനി ഇതിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീഫ് ഇത്രയും ഇട്ട് കൊടുക്കാം. ഈ സവാളയും ഇതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഈ എടുത്തു വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പ്രോൺസിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ഇട്ടാൽ മതി. ഒരു 2 മിനിറ്റ് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അത് ഇതിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അരിക്കൊപ്പം തന്നെ ഈ ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടിത് വഴറ്റി കൊടുക്കാം. ഇളക്കുമ്പോൾ അരി പൊട്ടിപ്പോവാണ്ട് സൂക്ഷിക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതിലേക്ക് വെട്ടി തിളയ്ക്കുന്ന ഉപ്പിട്ട 3 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. ഇതോടൊപ്പം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തീ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഫോയിൽ കൊണ്ട് ഈ പാത്രം ഒന്ന് മൂടാം. ഇതിൻ്റെ അടപ്പ് വെച്ചത് മൂടി ഇനി ഇത് വേവിച്ചെടുക്കാം. ഗ്രില്ല് ചെയ്യുന്ന ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പ്രോൺസ് വെച്ചു കൊടുക്കാം.
ഇതിനി ഗ്രില്ല് ചെയ്തെടുക്കാം. ഓവൻ്റെ ഗ്രില്ല് ഓൺ ചെയ്ത ശേഷം ഇതിലേക്ക് ഈ പ്രോൺസ് എടുത്ത് വെച്ചിട്ട് ഇനി ഓവൻ ക്ലോസ് ചെയ്ത് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇതിവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പ് മാറ്റി നോക്കാം. റൈസൊക്കെ ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇത് ഞാൻ 15 മിനിറ്റ് ഓവനിൽ ഗ്രില്ല് ചെയ്തെടുത്തതാണ്. ഇതിനി റൈസിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഈ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ബൗൾ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചാർക്കോള് കത്തിച്ചെടുക്കാം. ഈ ചൂടായ ചാർക്കോള് ഈ ഓയിലിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഓയിൽ കൊണ്ടിത് മൂടാം. മൂടിയ ശേഷം ഈ അടപ്പ് കൊണ്ടിത് മൂടി ഒരു 15 മിനിറ്റ് ഇത് വച്ചിരിക്കാം. ഗ്യാസ് ഒന്നും ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ 15 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഈ അടപ്പ് മാറ്റിയിട്ട് നമ്മളിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അതിലേക്ക് ഈ ചാർക്കോളിൻ്റെ സ്മെല്ല് വന്നിട്ട് നല്ലൊരു സ്മോക്കി സ്മെല്ലാണ് ഈ റൈസിന് ഉണ്ടാകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അടപ്പ് മാറ്റിയിട്ട് ഫോയിൽ മാറ്റി കൊടുക്കാം. നല്ലൊരു മണമാണ് വരുന്നത്. ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ഇതിന് പുറത്ത് കുറച്ച് കിസ്മിസും പൈൻ സീഡ്സും ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും അവിടെ ഇട്ട് കൊടുക്കാം. പ്രോൺസ് മജ്ബൂസ് ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡിഷാണിത്. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.